നമ്മള് ഈ ഹെർബൽ ലൈഫ് പ്രൊമോട്ട് ചെയ്യാനുള്ള കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും, അതായത് ഇപ്പോഴത്തെ യൂറോ മോണിറ്ററിന്റെ മോണിറ്ററിങ് അതിന്റെ കണക്കെടുപ്പ് അനുസരിച്ച് തുടർച്ചയായ 5 വർഷം ലോകത്ത് നമ്പർ 1 ആയി കിടക്കുന്നത് ഈ കമ്പനിയാണ്, ന്യൂട്രീഷൻ കമ്പനിയാണ്. 45 വർഷത്തിലധികമായി പോലും. അപ്പോ അത് കൊണ്ടാണ് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റൊന്ന്, ഇതിന്റെ പ്രിപ്പറേഷൻ, അതും ലോകോത്തര നിലവാരമുള്ള 300ഓളം PhD സയന്റിസ്റ്റുകൾ, നോബൽ പ്രൈസ് കിട്ടിയവർ, അത്തരം ആൾക്കാരാണ് ഇതിന്റെ പ്രിപ്പറേഷൻ സെല്ലിൽ വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്, ഇപ്പൊ ഒരു ലോകത്ത് ബ്രാൻഡ് ആകണമെങ്കിൽ അത് ഈ പിന്നെ സൈഡ് എഫക്റ്റും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്പർ 1 ബ്രാൻഡ് ആകൂല. സൈഡ് എഫക്റ്റ് ഇല്ലാതെ അതേ സമയത്ത് വലിയ നേട്ടങ്ങളും റിസൾട്ടുകളും ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് നമ്പർ 1 ആക്കുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഈ യൂട്യൂബിലും മറ്റുമൊക്കെ ഓരോരുത്തരും യൂട്യൂബർമാര് ഒക്കെ അതിൽ ചിലര് 2-3 വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഇത് പറയുന്നവര്. അതൊന്ന് ബിസിനസ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് 2 ടീമായിട്ട് ബിസിനസ് ചെയ്തിട്ട് അവർ തർക്കമായപ്പോ ഒരു ടീം മറ്റൊരു ടീമിനെ തകർക്കാൻ വേണ്ടി ചെയ്ത ഒരു പണിയായി. ഒരു ഡോക്ടർ തന്നെ, അദ്ദേഹം ബിസിനസ് ഒക്കെ ചെയ്ത് ഉഷാറായി, അദ്ദേഹത്തിന്റെ അടുത്ത് ചില ബാഡ് ആക്ടിവിറ്റീസ് വന്നപ്പോൾ ടീം അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടി വന്നപ്പോ അദ്ദേഹം ചാനലുകളിൽ വന്ന്, 3-കിട ചാനലുകളിൽ വന്നിട്ട് ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ അഭിനയിച്ചിട്ട് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പൊ അത് വലിയ വിഷയമായി, കുറെ ചർച്ച വിഷയമാവുമല്ലോ. രണ്ടാമത്തെ ഒന്ന് ഞാൻ കണ്ടത് ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുറെ ഇമ്പൾസീവായി ആവേശത്തിന്റെ പുറത്ത് കുറെ ഇതിൽ അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നൊക്കെ വാദഗതി ഉന്നയിക്കും. അപ്പോ അദ്ദേഹവും സത്യത്തില് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിവരമുള്ള ആളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ പ്രൊഡക്റ്റ് ആർക്കും വാങ്ങാൻ കിട്ടും, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആകണമെന്നേ ഉള്ളൂ. അങ്ങനെ വാങ്ങിയിട്ട് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് തെളിയിച്ചാൽ എത്ര സുഖമാണ്. ഇങ്ങനെ വെറുതെ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് അപവാദം പറയേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ലോകത്ത് അത്രയും നിലവാരമുള്ള പിന്നെ എല്ലാ ഹെൽത്ത് ഏജൻസിയുടെയും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വിവിധ ഘട്ടങ്ങളായി ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. അത്ര കൃത്യമായിട്ട്, അതായത് ഒരു ഹെൽത്ത് ഏജൻസി തീരുമാനിക്കുന്ന ടെസ്റ്റിന്റെ 2-3 മടങ്ങ് ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ഒരു തെളിവ് സഹിതം പറയാം. അപ്പൊ ഇതില് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നത്, അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പൊ വെബ്സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോ ഒന്ന് വെബ്സൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു. നമ്മള് വെബ്സൈറ്റ് ഓൺ ചെയ്താൽ കാണാം ലോകത്ത് ഓരോ ഈ നിമിഷവും ഇതില് പിന്നെ സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുകയും സൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവരും അത്രയും വലിയ കൗണ്ടാണ് ലോകത്ത് തന്നെ. അതും ലോകത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പരസ്യം കണ്ട് കയറല്ല, ഇതില് ഉപയോഗിച്ച് അനുഭവം കണ്ട്, ആ അനുഭവം കണ്ടതിന് ശേഷം ഇപ്പൊ നമ്മൾ നോക്കൂ, ഇതില് ഇപ്പൊ ഉള്ളത് 8,20,941 പേര് ഇതിലിപ്പോ ജോയിൻ ചെയ്ത് കിടക്കുന്നുണ്ട്. അവര് പർച്ചേസിങ്ങിന് വേണ്ടിയൊക്കെയാണ് ഒരു 90% ഇതിൽ വരിക. പർച്ചേസിന് വന്ന് അവർ പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോ പിന്നെ ഇങ്ങനെ ഉള്ള ഒരു വസ്തുതയെ നമ്മൾ വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ വെറുതെ കുറെ ബഹളം വെച്ചത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് എപ്പോഴും എല്ലാ ദിവസവും പഠനത്തിന് വിധേയമാക്കുക. പഠിച്ചാൽ നമുക്ക് അത് ജീവിതത്തിൽ അത്രയും ഉപകാരപ്പെടുത്താൻ പറ്റുന്ന, അത്രയും ഫലപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കമ്പനിയും അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ അത് ഉപയോഗിക്കുക. നമുക്ക് ആവശ്യത്തിന്, ഇപ്പൊ ഇന്ന് ഹെൽത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൺസെപ്റ്റാണ് ലോകത്ത് നമ്പർ 1 ബ്രാൻഡ് 100ഓളം രാജ്യങ്ങളിൽ, അതും 45 വർഷമായിട്ടുള്ളത്.
ഏറ്റവും സയൻസ് ബേക്ക്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിന്റെ പോസിറ്റീവ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇഫക്റ്റീവ് പ്രൊഡക്ട്സ് വിത്ത് ആൻ ഏർലി 33 ലക്ഷം ഇന്റേണൽ ടെസ്റ്റ് കണ്ടക്ടഡ് ഈച്ച് ഇയർ ടു വെരിഫൈ ഇൻഗ്രീഡിയന്റ് പ്യൂരിറ്റി, ന്യൂട്രീഷണൽ വാല്യൂ ആൻഡ് ടേസ്റ്റ്. ഓരോന്നിനും ടെസ്റ്റുകൾ വിവിധ ഘട്ടങ്ങളിൽ നടത്തുന്നത് കൊണ്ട് അത്രയും ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഔദ്യോഗികമായി നടത്തപ്പെടുന്നുണ്ട്. ഹെർബലൈഫ് ഫാമിലി ഫൗണ്ടേഷൻ സെർവ് ഓവർ 2 ലക്ഷം കുട്ടികളെ ഓരോ വർഷവും ഇത് ഒരു നമ്മളിപ്പോ വഖഫ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വലിയൊരു ഏണിങ് ചെലവ് ചെയ്യുന്നത് സർവീസിന് വേണ്ടിയാണ്. കാരണം ഈ കമ്പനി ഫൗണ്ട് ചെയ്തതിന് ശേഷം ഇത് പിന്നീട്, അതായത് മാർക്ക് ഹ്യൂഗ്സ് എന്ന് പറയുന്ന ആളാണ് ഇത് കമ്പനി ഫൗണ്ട് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നീട് ഇതിന്റെ വലിയൊരു വരുമാനം എന്തിലേക്ക് നീക്കണം? ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാടുകളിൽ അത്തരം ഓർഗനൈസേഷൻ മുഖേന പിന്നെ കുട്ടികളെ സംരക്ഷിക്കുക, അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ വലിയൊരു ഫിലോസഫി ഉൾക്കൊണ്ടിട്ടാണ് ആ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതില് 300-ലധികം സയന്റിസ്റ്റ് ആൻഡ് PhDs, 19 ലാബ്സ് ടു ബാക്കപ്പ് യുവർ ബിസിനസ്. പിന്നെ ഇത് പഠിക്കേണ്ടതാണ്. ഈ ഭാഗങ്ങൾ നമ്മളെ 2ാം ഘട്ട ട്രെയിനിങ് ഉണ്ട്, അതില് ഈ ഭാഗങ്ങൾ ഫുള്ള് വരുന്നുണ്ട്. അതായത് നമ്മള് ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടി, ശാരീരിക ആരോഗ്യത്തിന് ചെയ്യേണ്ടത്, വൈകാരിക ആരോഗ്യത്തിന് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത്, അങ്ങനെ ഓരോന്നും വിശദമായി ഇതിന്റെ കൺസെപ്റ്റുകൾ നമ്മൾ വിശദീകരിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഗ്ലോബൽ ഹെൽത്ത് ട്രെൻഡ് എന്താണ്, പിന്നെ ഇംബാലൻസ്ഡ് ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ, അണ്ടർ വെയ്റ്റ്, മസിൽ വാസ്റ്റിംഗ്, പിന്നെ ഒബിസിറ്റി. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശദമായ പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് നമ്മുടെ ഇൻഷാ അല്ലാഹ് അടുത്ത 2ാം ഘട്ടം. അത് നമുക്ക് ലൈവ് സെഷനുകളും ഫിസിക്കൽ സെഷനുകളും വരും. അതായത് ഫിസിക്കൽ സെഷനിലൊക്കെ വന്നാൽ കൃത്യമായിട്ട് നമുക്ക് സംശയങ്ങൾ തീർക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ആവശ്യത്തിനനുസരിച്ച് ഇടപെടാനും ഒക്കെ. ഇതിൽ നമ്മൾ ഹാപ്പി സോൺ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായി കേവലം നമ്മുടെ നേട്ടങ്ങളല്ല, മറിച്ച് ഒരു വിഭാഗം ആൾക്കാരുടെ ഹെൽത്തിലും അതുപോലെ സാമ്പത്തിക നേട്ടത്തിലൊക്കെ സുരക്ഷിതമായി ഇടപെടുക. ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നതും ഇന്നത്തെ എക്കണോമിക്സിൽ, അതായത് ഇപ്പോ കൊമേഴ്സിലൊക്കെ ഇപ്പൊ ഈ പേപ്പർ വന്ന് സ്ഥിരപ്പെട്ട ഒരു അംഗീകൃതമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. ആ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിന്റെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അളവ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ സ്ഥിരമായിട്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നവരുണ്ടോ, അവര് വികസിപ്പിക്കുക. ആർക്കൊന്നും നഷ്ടമില്ല. കാരണം എവിടെയും ക്യാഷ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താലല്ലേ നഷ്ടമുള്ളൂ. ക്യാഷ് നഷ്ടമില്ല. പ്രൊഡക്റ്റിന്റെ സ്വീകാര്യത ആരോടും തെളിയിക്കാൻ പറ്റും. പിന്നെ ഇത് പ്രചരിപ്പിക്കാൻ ഉള്ള വഴികൾ നമുക്ക് അറിയാവുന്നവരിലേക്ക് എത്തിക്കാം. അത് പല രീതിയിൽ എത്തിക്കാം. 1 to 1 ഓരോരുത്തർക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഉപയോഗിക്കാം. പബ്ലിക്കിൽ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ട്രെയിനിങ്ങിന് പറ്റുന്നവർ ട്രെയിനിങ് കൊടുത്ത് വികസിപ്പിക്കാം. അത് ഓരോരുത്തരുടെ കഴിവ് പോലെയാണ്. ഇപ്പൊ ചിലര് റോഡ് സൈഡിൽ വെച്ച് പ്രൊഡക്റ്റ് വിൽക്കുന്നവരുണ്ട്. അവർ ഷോപ്പ് ഇട്ടിട്ട് വാടകയ്ക്ക് എടുത്ത് ഒരു ഷോപ്പ് ഇട്ടിട്ട് അങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കുന്നവരുണ്ട്. ഇനി അതല്ല, ഒരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ ഇതും വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ടൗണിലും പോയി വിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ പലരും വിൽക്കാറുണ്ട്. അതുപോലെ ഇതിന് ഓരോരുത്തരുടേതും വ്യക്തിപരമായ സ്കില്ലിനനുസരിച്ച് വികസിപ്പിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഇത് ഇനിയും വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ സ്റ്റൈലൊക്കെ, അതായത് നമുക്ക് ഒരു ക്ലബ്ബ് സിസ്റ്റം ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് തൊട്ടടുത്ത നിയറസ്റ്റ് അടുത്ത ഫ്യൂച്ചറിൽ. അപ്പോൾ അതൊക്കെ വരും. ആള് ഇനിയും സെറ്റ് ആകുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് ചെയ്യും. അസ്സലാമു അലൈക്കും. വഅലൈക്കും ഈ തലയിലെ താരൻ മാറാനാണ് പ്രൊഡക്റ്റ് ഉണ്ട് ഇതില്. ആരാ തലയിൽ താരം വരാൻ കാരണം? ആർക്ക് വേണ്ടിയാ ചോദിക്കുന്ന? ആളാരാന്ന് പറയാൻ പറ്റും? നമ്മൾ ഈ സെഷനിൽ വരുമ്പോ കഴിയുന്നതും
പിന്നെ നമ്മൾ ഐഡിയ ഒക്കെ നമ്മളെ പേരാക്കുക. അതുപോലെ പറ്റുമെങ്കിൽ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പങ്കെടുക്കുക. അപ്പോഴാണ് ഒരു നിങ്ങൾക്ക് ചോദ്യോത്തരവും കാര്യങ്ങളൊക്കെ ഒരു റൂട്ടാകുക. ആ ആർക്കാ? എനിക്കുണ്ട്, വൈഫിനും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ പിന്നെ നിങ്ങളെ വെയിറ്റ് നോക്കിയിരുന്നോ? വെയിറ്റ് നോക്കിയിട്ടുണ്ടാവും, 62. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങള് നമ്മളെ പ്രൊഡക്റ്റിന്റെ സഹായത്തോടെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും താരനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നത് കാണാറുണ്ട്. രണ്ടാമത്, ഒരു തവണയെങ്കിലും നമ്മള് പിന്നെ ഈ പ്രൊഡക്റ്റിലെ അഡ്വാൻസ് ഭാഗങ്ങളിൽ, അതായത് സ്പെഷ്യൽ ഭാഗങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ആ പ്രൊഡക്റ്റിന്റെ ഇതൊന്ന് കാണിക്കാം, സ്ക്രീനിൽ കാണിക്കാം. ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതായത് ഇത് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്ന വെയിറ്റ് മാനേജ്മെന്റ് ആണ്. ഫോർമുല 1, അതുപോലെ പ്രോട്ടീന്, ഷേക്ക് മാറ്റിക് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പുതിയതാണ് ഈ ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് വാട്ടർ മെലൺ ഇതിന്റെ ഫ്ലേവർ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിഫ്റ്റ് ഓഫ്. ക്ഷീണം മാറാനും ഇതിനൊക്കെ നല്ല, അതായത് ശരീരം ഒന്ന് ശുഷ്കിച്ചു പോയ സമയത്ത് ശരീരത്തെ പുരോഗമിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ആ പ്രൊഡക്റ്റ്. ഇൻഷാല്ലാ അതിന്റെ വിശദമായ ഭാഗങ്ങൾ ശേഷം വരുന്നുണ്ട്. ഒക്കുലാർ ഡിഫൻസ് കണ്ണിന്റെ ആരോഗ്യത്തിനുള്ളതാണ്. മെയിൽ ഫാക്ടർ പുരുഷന്മാരുടെ സെക്ഷൽ ആരോഗ്യത്തിനുള്ളതാണ്. വുമൻസ് ചോയ്സ് സ്ത്രീകളുടെ ഈ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, ഹോർമോണൽ പ്രശ്നങ്ങൾ, അതിനുള്ളതാണ്. പിന്നെ ബ്രെയിൻ ഹെൽത്ത്, അത് ബ്രെയിനിന്റെ ഹെൽത്തിനുള്ളതാണ്. പിന്നെ ഫേഷ്യൽ ക്ലെൻസർ, ഫേഷ്യൽ ടോണർ, ഫേഷ്യൽ സിറം, മോയിസ്ചറൈസർ, ഇത് 4 സ്കിന്നിൽ, ഫേസിലെ സ്കിന്നിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഇതൊക്കെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ഇന്ന് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ, വലിയ പരസ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് അപകടം കാണും. ഇതിലൊന്നും പ്രശ്നമില്ലാത്തതാണ്. സ്കിൻ ബൂസ്റ്റർ, ഈ സ്കിന്നിന്റെ ഹെൽത്ത് ചിലർക്കൊക്കെ മുടി കൊഴിച്ചിലിനും ഇതിനൊക്കെ കാരണമാകാറുണ്ട്. അതായത് മുമ്പ് ഞാനിത് തുടങ്ങുന്നതൊക്കെ സമയത്ത് പിന്നെ ചിലപ്പോഴൊക്കെ എനിക്ക് താരനൊക്കെ കൂടുതലുള്ള, അപ്പൊ ഞാൻ സ്കിൻ ബൂസ്റ്റർ ആണ് ഉപയോഗിക്കുക. കാരണം അപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയാൽ സ്കിന്നിന് ഡീഹൈഡ്രേറ്റഡ് ആയത് കാരണം, അതായത് സ്കിന്നിന് ഹൈഡ്രേഷൻ വേണം, അത് പോയത് കൊണ്ടായിരിക്കും അപ്പോഴൊക്കെ വരുന്നത്. അപ്പൊ സ്കിൻ ബൂസ്റ്റർ ഉപയോഗിക്കുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ മാറുന്നത് കാണാം. പിന്നെ ഇമ്മ്യൂൺ ഹെൽത്ത്, പിന്നെ അഫ്രഷ്, പിന്നെ 24 ഹൈഡ്രേറ്റ്, 24H24 റീബിൽഡ് സ്ട്രെങ്ത്. ഇതൊന്ന് മസിലിനുള്ളതാണ്, മറ്റൊന്ന് ശരീരത്തിൽ ഹൈഡ്രേഷൻ കുറഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പനിയുടെ സമയത്ത് അപ്പോഴൊക്കെ ഹൈഡ്രേഷൻ വല്ലാതെ പോകും. അപ്പോഴൊക്കെ ഈ 24 ഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നല്ല ഉഷാറാണ്. ഇന്നലെയും മിനിയാന്നും ഒക്കെ തുടർച്ചയായിട്ട് ഓവറായിട്ട് പരിപാടിയായിരുന്നു. അതായത് രാവിലെ സുബഹി മുതൽ പിന്നെ രാത്രി വരെ ഒക്കെ പരിപാടിയായിരുന്നു മിനിയാന്ന്. ഇന്നലെ ഏകദേശം അങ്ങനെ തന്നെ. സുബഹിക്ക് പിന്നെ ചെറിയമുണ്ട റേഞ്ചിലെ ഒരു റേഞ്ച് ജനറൽ ബോഡിയിൽ ക്ലാസ്, അത് കഴിഞ്ഞ് ഉച്ചവരെ മലപ്പുറത്ത് മറ്റൊരു ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം മുദരിസ് ട്രെയിനിങ്ങിൽ. അത്തരം ദിവസങ്ങളിൽ ഞാൻ ഈ 24 ഹൈഡ്രേറ്റ് ഉപയോഗിക്കും. അപ്പൊ നല്ല ആശ്വാസമാണ്, ക്ഷീണം പെട്ടെന്ന് കുറയും, ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടും. അതായത് ഹൈഡ്രേഷൻ കിട്ടിയാലാണ് ശരീരം ഉന്മേഷമായിട്ട് നിൽക്കുക. പിന്നെ ഡയനോ ഷേക്ക് കുട്ടികളുടെ ഹെൽത്തിനുള്ള സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, വേൾഡിൽ തന്നെ ഇത് സൂപ്പറാണ്. പിന്നെ ആക്ടിവേറ്റഡ് ഫൈബർ, ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്, അലോ പ്ലസ്, അലോ കോൺസെൻട്രേറ്റ്, സിംപ്ലി പ്രോബയോട്ടിക്, വിറ്റി ലൈഫ്, ത്രിഫല, ഈ 6 ഡൈജസ്റ്റീവ് ഹെൽത്തിനുള്ളതാണ്. ഈ ഡൈജസ്റ്റീവ് ഹെൽത്തും അതുപോലെ ഈ എൻഹാൻസ് എന്ന് പറയുന്ന ഈ 4 പ്രൊഡക്റ്റ്, 1, 2, 3, 4, ഈ 4 പ്രൊഡക്റ്റും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട മുടി കൊഴിച്ചിലിനും ഇതിനും സൂപ്പർ റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമ്മള് മുടി കൊഴിച്ചിലിന് റിസൾട്ട് പറയുന്നത് മുടിമേൽ തേക്കുന്ന പരിപാടിയല്ല, ശരീരത്തിന്റെ ഹെൽത്ത് മാറ്റുകയാണ് ചെയ്യുക. മുടി കൊഴിച്ചിലുള്ള ഒരാൾക്ക് കിഡ്നിയിലും ലിവറിലും വേസ്റ്റ്, അത് അവിടെ ഉണ്ടാകാൻ പാടില്ലാത്തത് ഉണ്ടാകാനുള്ള സാധ്യത ഒരു 70-80% വരെ ഉണ്ടാവും. മുടി കൊഴിച്ചിലും താരനുള്ള ആൾക്ക് കിഡ്നിയിലും ലിവറിലും എന്തുണ്ടാകും, നന്നായിട്ട് ഈ ഫാറ്റി ലിവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
കിഡ്നിയിൽ നന്നായിട്ട് വേസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർ ഇത് രണ്ടും, അതായത് ഡൈജഷൻ ക്ലിയർ ആവുമ്പോഴാണ് അത് രണ്ടും ക്ലിയർ ആവേണ്ടത്. കൂടെ ഈ സെൽ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്, സെല്ലുലോസ് എന്ന് പറയുന്നത് ഓരോ സെൽ ലെവലിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്യാനും സെൽ ആക്റ്റീവ് ആകാനും സഹായിക്കുന്നതാണ്. ഇപ്പൊ സെൽ ആക്ടിവേറ്ററിൽ റുമ്മാനും കറ്റാർവാഴയും അതിൽ നിന്നാണ് അത് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയിട്ട് നേരത്തെ ഉസ്താദ് ചോദിച്ച പോലെ കറ്റാർവാഴ ഇതൊക്കെ കഴിക്കാൻ പറ്റും, കറ്റാർവാഴ കഴിക്കാനേ കഴിയൂല. അതുപോലെ പിന്നെ റുമ്മാനും നമ്മൾ അങ്ങനെ തന്നെ കഴിച്ചത് കൊണ്ട് ഈ ഫലത്തിൽ എത്തൂല, കാരണം ശരീരത്തിൽ അങ്ങനെ എക്സസ് ആകൂല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ ഒരുക്കിയെടുത്തത് കൊണ്ട് അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്നത് കാണാം. ഈ പറയപ്പെട്ട മുടിവെച്ചിൽ മാത്രമല്ല, ആ ശാരീരിക അവസ്ഥയെ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ മൾട്ടി വിറ്റാമിൻ മിനറൽ ആൻഡ് ഹെർബൽ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് 5 കളർ വെജിറ്റബിൾ, 5 കളർ ഫ്രൂട്ട്. അതായത് ഇപ്പോ നമ്മൾ വെജിറ്റബിൾ കഴിക്കുമ്പോൾ വെണ്ട കഴിക്കുന്നു, അത് പച്ചയാണ്. തക്കാളി കഴിക്കുന്നത് ചുവപ്പാണ്. വൈതനങ്ങ കഴിക്കുന്നു, അത് മറ്റൊരു കളറാണ്. പിന്നെ നിങ്ങള് വേറൊരു ഇത് കഴിക്കുന്നു, അതിന്റെ കളറൊന്ന് വേറെ. ഇങ്ങനെ അത്രയും വ്യത്യസ്തമായ വെജിറ്റബിളും വ്യത്യസ്തമായ ഫ്രൂട്ടും കഴിച്ചിട്ട് അതിൽ നിന്ന് ശരീരത്തിന് കിട്ടേണ്ട വൈറ്റമിൻസ്, മിനറൽസ് അത് കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ മൾട്ടി വിറ്റാമിൻ ആൻഡ് മിനറൽസ് എന്ന് പറയുന്ന ഹെർബലൈഫിന്റെ മൾട്ടി വിറ്റാമിൻ. അതും ഹെർബൽ കൺട്രോൾ, ഈ 4 ഉപയോഗപ്പെടുത്തിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും വലിയ പ്രയാസം അനുഭവിക്കുന്നവരോട് പറയും, നമ്മൾ പലപ്പോഴും മൊത്തത്തിൽ ശരീരത്തിന്റെ ഹെൽത്തിന് ഉഴിച്ചിൽ നടത്തും. ഒരു ഉഴിച്ചിലിന് ലക്ഷങ്ങളൊക്കെ ചെലവാകും പലപ്പോഴും. അതേസമയത്ത് താഴെ ചെലവുള്ളവരുണ്ട്. ആ സ്ഥാനത്ത് ഇതിന്റെ ശരീരത്തിന് ആവശ്യമായ ഭാഗങ്ങളിലെ ഹെൽത്ത് ഒക്കെ ഒന്നിച്ചൊന്ന് ഉപയോഗപ്പെടുത്തി നോക്കിയാൽ അതിന്റെ എത്രയോ മടങ്ങ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും, സുരക്ഷിതമാണ്. അപ്പൊ ഇതാണ് ഞാൻ അപ്പോ അതിന് ഇങ്ങനെ ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കാം. ഈ ഒരു ഞാനിപ്പോ ഈ പറഞ്ഞ വിവരണത്തിൽ നിന്ന് പിന്നെ ഏത് ടൈപ്പിലാണ് നല്ലത് എന്ന് ആലോചിച്ചിട്ട് തെരഞ്ഞെടുക്കാം. വൈഫിന് ഇമ്മ്യൂണിറ്റിന്റെ പ്രശ്നമുണ്ട്. ചെറിയൊരു ഉറുമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ കൊതുക് കുത്തി കഴിഞ്ഞാല് ഭയങ്കര ചൊറിച്ചിലും വേദനയും, പിന്നെ ആ ഭാഗത്ത് പൊന്തി വരും. ചില വേറൊരു സൈസ് ഉറുമ്പുണ്ട്, ഒരു കറുത്ത ഉറുമ്പ്. ഒരു പ്രാവശ്യം കടിച്ചതിന് ശേഷം ആകെ ശരീരം പിന്നെ വിയർത്ത് ശ്വാസത്തിന് ഭയങ്കര തടസ്സം വന്നു കടിച്ച ഉടനെ. അവിടെയൊക്കെ ഇമ്മ്യൂൺ ഹെൽത്ത് എന്ന് പറയുന്നത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ അഭിപ്രായം, നിങ്ങൾ വെയിറ്റ് ലോസ് ആവശ്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ ബേസിക് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ. ഞാൻ വെയിറ്റ് മാനേജ്മെന്റിൽ പറഞ്ഞ ഫോർമുല 1 പ്രോട്ടീൻ ഷേക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് ഏകദേശം 21ഓളം വിറ്റാമിനുകൾ, മിനറലുകൾ അതിൽ കവറാകും. അങ്ങനെ ചെയ്യുമ്പോൾ 1-2-3 മാസം ഒന്ന് ചെയ്തു നോക്കിയാൽ, 2 നേരം ഷേക്ക് ഉപയോഗപ്പെടുത്തുക, വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുക, അങ്ങനെ ചെയ്തു നോക്കിയാൽ ഈ സംഗതിയിൽ നല്ലൊരു മാറ്റം കാണാൻ സാധ്യതയുണ്ട്. ആവശ്യമായ വെള്ളവും കുടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ സ്കിൻ ഹെൽത്തും അതുപോലെ ഈ ഭാഗങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ സൂപ്പറായി. ഈ അലർജിയുടെ 152 63 അപ്പൊ വെയിറ്റ് കൂടുതലുണ്ട്. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുക. വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ ചെയ്യേണ്ടത് ഞാനിപ്പോ പറഞ്ഞതുപോലെ എൻഹാൻസ് ഏരിയയിൽ 4 പ്രൊഡക്റ്റ്, ഡൈജസ്റ്റീവില് 6 പ്രൊഡക്റ്റ്, പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ കാർഡിയാക്കിലെ അത് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു തവണ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ല സേഫ്, സുരക്ഷിതവുമാണ്. അതോടൊപ്പം ലൈഫിലെ എല്ലാ വിഷയങ്ങളിലും മാറ്റം വരുന്നത് കാണും. മെന്റലി പുരോഗതി കാണും. ശരീരത്തിലെ ആരോഗ്യം പുരോഗമിച്ചാൽ മെന്റലി തന്നെ നല്ല ചേഞ്ച് കാണാം. ജോലി ചെയ്യാനും അതുപോലെ ചിന്തിക്കാനും ഒക്കെ നല്ല ഉന്മേഷം കാണും. ഹലോ, ഉസ്താദ് കഴിഞ്ഞോ? പറഞ്ഞു. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ഉസ്താദ് ഇത് ഇസ്തിഖാറത്തും മുസാവറയൊക്കെ ചെയ്തിട്ടാണ് ഈ രംഗത്ത് വന്നിട്ടുണ്ടാവുക എന്നും ചിന്തിക്കുന്നത്. അത് ശരി തന്നെ ആയിരിക്കൂലേ? തീർച്ചയായിട്ടും. ഞാനത് പെട്ടെന്നൊന്നും ആവേശത്തിന്റെ പുറത്ത് സ്വീകരിച്ചതല്ല. ഞാൻ 6 മാസത്തോളം തുടർച്ചയായി അതിനെക്കുറിച്ച് എല്ലാ രീതിയിലും പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, വേണം എന്ന് ചിന്തിച്ചിട്ടുള്ളൂ. അതും അനിവാര്യമാണ്, ഇതിൽ വലിയ ഗുണമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമേ ഞാനത് സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാതെ
ഒന്ന്, എനിക്ക് ബിസിനസ് ഇഷ്ടമല്ല. നേരത്തെ എനിക്ക് ബിസിനസ് ഇഷ്ടമല്ല. രണ്ട്, എനിക്ക് ഈ ബിസിനസിന്റെ ആവശ്യമില്ല ജീവിക്കാൻ. അതായത് സാമ്പത്തിക വരുമാനത്തിന് ഇതല്ല എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട. ഞാൻ ട്രെയിനിങ് ആണ്. അപ്പൊ ഞാൻ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് നമ്മുടെ സമൂഹത്തിന് അത്രയും അത്യാവശ്യമാണ്. മറ്റൊന്ന്, ഇത് അത്രയും സുരക്ഷിതമാണ്. പിന്നെ ഷറഈയായാണ്, ലീഗൽ ആണെങ്കിലും ഒക്കെ സേഫ് ആണ് എന്നതുകൊണ്ടാണ്. ഇത്രയും കാലം നിങ്ങളിപ്പോ എത്ര ദിവസമാണോ വന്ന് നോക്കിയാൽ മതി. അവിടെ നമ്മളൊരാളെ പ്രഷർ ചെയ്തൊരു സാധനം വാങ്ങിപ്പിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സംഗതി ചെലവാക്കണം എന്ന് ചിന്തിക്കാനോ അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. മറിച്ച് നമ്മളെ ശരീരത്തിന്റെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നമ്മുടെ മനസാക്ഷിയും കൂടി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക, അവരെ അറിയിച്ചു കൊടുക്കുക. അങ്ങനെ മാത്രം ചെയ്യുക. നമ്മളെ വാല്യൂകളൊക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട്. ഒരാൾക്ക് ഒരു രൂപയോ ഒരു സമയമോ, ഇന്ന് നിങ്ങൾ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച വകയിൽ എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഭൗതികമായോ ആത്മീയമായോ ഒരു നഷ്ടം ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതാണ് എൻ്റെ റൂട്ട്. പിന്നെ ഉസ്താദ് ആ ട്രാൻസ്ലേഷൻ ചെയ്തല്ലോ നമ്മള് പറഞ്ഞോ. ഉസ്താദ് ചെയ്ത ചില വീഡിയോകള് അതിന്റെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ. നമ്മള് വീഡിയോ ഇങ്ങനെ കണ്ടുപോകാന്നല്ലാതെ നമുക്കതിനെ പഠിക്കണമെങ്കിൽ ഒന്നിക്കൽ പുസ്തകം അല്ല അതിന്റെ പിന്നെ PDF നമ്മൾ കിട്ടണ്ടേ? അത് PDF അതിൽ ഇംഗ്ലീഷ് നിങ്ങൾ ചെയ്യോ? അതിന്റെ പിന്നെ രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാല് നമുക്കത് സംസാരിക്കാം. അതും ചെയ്തു തരാം, കുഴപ്പമില്ല. അതിന്റെ വീഡിയോ പിന്നെ മറ്റൊന്നൊരു കസ്റ്റമർക്ക് ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തണമെങ്കിൽ അതിനെ പറ്റിയ ഉസ്താദിന്റെ വീഡിയോകൾ ഉണ്ടാവൂലേ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ? ഉണ്ടല്ലോ. അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്ന വീഡിയോകളില്ലേ, അത് പബ്ലിക് അല്ല. അത് നിങ്ങൾക്ക് ഇപ്പോ പിന്നെ പ്രൊഡക്റ്റുകളെ പറ്റി പറയുന്ന വീഡിയോ അത് നിങ്ങൾക്ക് ഇവർക്ക് കേൾപ്പിക്കാം, കസ്റ്റമർക്ക് കേൾപ്പിക്കാം. അപ്പോൾ ഉള്ളൊരു സുഖം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇതിന്റെ സത്യസന്ധത പെട്ടെന്ന് ബോധ്യപ്പെടും. ഇനിയും വീഡിയോകൾ വരും. ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മൾ ടെക്നിക്കലായി ഏകദേശം അതിന്റെ എല്ലാം കഴിഞ്ഞു. ഇനി വീഡിയോകൾ ഫാസ്റ്റ് ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. അധികം വൈകാതെ 2 ആഴ്ചക്കുള്ളിലായിട്ട് അടുത്ത വീഡിയോകൾ വരാൻ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് വീഡിയോകൾ വരാൻ തുടങ്ങും. ആ അടുത്ത സ്റ്റെപ്പ് വീഡിയോകൾ കുറച്ചും കൂടി സെറ്റപ്പ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ അതിന്റെ ഒരു ടീമിനോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി സെറ്റ് ആയാൽ 2 ആഴ്ചക്കുള്ളിൽ അടുത്ത സെറ്റ് വീഡിയോകൾ വരാൻ. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കസ്റ്റമറെ കേൾപ്പിക്കാൻ എളുപ്പമാണ്. കൂടുതൽ വിവരിക്കൊന്നും വേണ്ട, പക്ഷെ നമ്മൾ കേൾക്കണം, എന്നാലേ നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ശരിക്കും കേട്ടത് ഒരു ആവശ്യമുള്ള ഒരാൾ ഇതൊന്ന് കേട്ടോക്ക് എന്ന് മാത്രമേ പറയണ്ടൂ. അപ്പൊ തന്നെ സാധനം ക്ലിക്കാവും. പിന്നെ നമുക്കൊരു സുഖം, ഇങ്ങനെ ഇല്ലാത്തൊരു സംഗതി പറഞ്ഞൊന്നും പഠിപ്പിക്കണ്ട. ഉള്ളത് തന്നെ എല്ലാം തെളിവ് സഹിതം പറയാൻ പറ്റും. ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, വ്യാഖ്യാനിച്ച് ഉണ്ടാക്കൊന്നും വേണ്ട. തെളിവ് സഹിതം പറയാൻ കഴിയും, സുരക്ഷിതമാണ്. ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടോ എന്ന് കരുതുന്നു. നമുക്ക് എല്ലാ ആഴ്ചയിലും തുടരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വലിയ യാത്രാ മുടക്കങ്ങളോ മറ്റോ ഇല്ലാത്ത എല്ലാ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരും. പരമാവധി മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളറിഞ്ഞൊരു ശരികൾ ആരുടെ മുമ്പിലും മറച്ചു വെക്കാതിരിക്കുക. ഗുണമുള്ള കാര്യം എപ്പോഴും ഷെയർ ചെയ്യും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.